ഹായ്. ഹലോ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് വെള്ളരിക്ക കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളരിക്ക കിച്ചടി പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് എന്റെ രീതിയാണ് ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് വെള്ളരിക്ക കിച്ചടി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയല്ലേ. നമുക്ക് വെള്ളരിക്ക ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിത് വെള്ളരിക്ക ക്ലീൻ ചെയ്ത് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് സെറ്റാക്കണം. അപ്പം നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ അരിഞ്ഞ് അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിയാം. എന്നിട്ട് ഇതിൽ ഈ പറയുന്ന അത്രത്തൊക്കെ വലിയ പണിയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന സ്പീഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കുരുകുന സെറ്റാക്കി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഇത് ഇത്രയും ഭാഗമേ ഉള്ളൂ. ഇത്രയും ഭാഗത്തിൽ നമ്മളിനി കുറച്ച് ഇതിലെന്തായാലും വെള്ളരിക്ക ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ജലാംശമുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി, അതിനുള്ളത് മതി. ഓവറായി കഴിഞ്ഞാൽ നമുക്കിതിന് ചാറുകൾ കൂട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് പകുതി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മളിതിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് ചേർക്കാം. ഇതിനകത്ത് അല്പത്തേക്ക് വെള്ളമേ ചേർക്കുന്നുള്ളൂ. നമുക്കത് വേവ് അനുസരിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു കട്ടി അനുസരിച്ച് നമുക്കറിയാമല്ലോ. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കാൻ. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് കട്ടിയുണ്ട്, എന്താ ഒരു ഈ സൈസിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതിനി ഇത്രയും വെള്ളത്തിലത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ വെള്ളം, അതിനകത്ത് കാണാൻ വരുന്നുണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഇനി ഇത് വെച്ച് അടച്ചു കൊടുക്കാം. കുറച്ച് നേരം അത് അവിടെ ഇരുന്ന് തിളച്ച് വറ്റട്ടെ. ഓക്കെ, അടുത്തത് നമ്മൾ അരപ്പ് ചേർക്കാനാണ് പോണത്. അതപ്പോ അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് അരപ്പ് ചേർക്കാൻ വേണ്ടി ഒരു കാൽ കുറച്ചൊരു കപ്പ് അത്രേ ഉള്ളൂ. അത്രയും വെച്ച് നമ്മള് തേങ്ങ അരയ്ക്കാൻ പോകണം അതിന് വേണ്ടി. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ചെറുത് ഇത്ര ഉള്ളൊരു വെളുത്തുള്ളി ഒന്നെടുത്തിട്ടു. ചിലവരിടില്ല, പക്ഷെ നമുക്ക് എപ്പോഴും നല്ലതാണ് ഏതിൽ നമ്മൾ ചേർക്കുന്ന വെളുത്തുള്ളി നല്ലതാണ്. അപ്പൊ അത് മാത്രമല്ല ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചിരി ഒരു പിടി ചെറുതായിട്ട് ഒരു ജീരകം റെഡിയാക്കി ജീരകം വെച്ചു. പിന്നെ നമ്മൾ ചെയ്യുന്നത് കടുകിന് നമ്മൾ ഒരു ചെറുതായിട്ടുള്ള ഒരിത്തിരിയേ ഉള്ളൂ കടുക്. ഞാൻ കാണിച്ചു തരാം. ഇതിലുള്ളത് ഒരു ചെറിയ ഇളക്ക് വെളുത്തുള്ളി, പച്ചമുളകാണ്. ഇത്രയും മതി. എരിവിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ പച്ചമുളക് ചെറുത്, ജീരകം ചെറുതായിട്ടുള്ളൂ, കടുക് ഇത്രയേ ഉള്ളൂ കടുക്. അത്ര ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത്. ഓക്കെ, അപ്പം ഇതേപോലെ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. വെന്ത് കിട്ടിയതിന് ശേഷം ചേർക്കും. ഞാൻ തൈര് ഇവിടെ ചേർക്കുന്നില്ല. ഞാൻ ആ ഒരു ചെറിയൊരു പുളിപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു സാധനം ഒഴിക്കുന്നുണ്ട്, കാണിക്കാം. ഞാൻ ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ പുളി ഒന്ന് ഇതാക്കിയായിരുന്നു. അപ്പം അതൊന്ന് ഒഴിച്ചൊന്ന് ചെറിയ രീതിയിലൊന്ന് പുളിപ്പാക്കിയെടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് ചെയ്ത് വെച്ചു. നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ചെറിയ രീതിയിൽ നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇത്ര മാത്രമേ ഉള്ളൂ. കൂടി ചോറിനൊപ്പം നന്നായിട്ടിത് സെർവ് ചെയ്ത് കഴിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.